ഇത് തൃശ്ശൂരിൽ നിന്ന് ഒരാൾ എയർപോർട്ട് പോകണം, ഒന്നും വേണ്ട, ഒരു എറണാകുളത്തെ ആംബുലൻസിൽ കൊണ്ടുപോകണം. ആളുടെ ശവമായി എറണാകുളത്ത് എത്തുള്ള ഈ സ്ഥിതിക്ക് ഒരാൾക്ക് എയർപോർട്ട് പോകണമെങ്കിൽ 6 മണിക്കൂർ വേണം. ഇപ്പോൾ എന്ന് വെച്ചാൽ 3-4 സ്ഥലമാണ്. ഇപ്പോൾ കാറിൽ പോകണം, വിളിച്ചു പറയും ആമ്പല്ലൂർ കഴിഞ്ഞു, കൊടകര കഴിഞ്ഞു, ഓരോ ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് പറയണത്. ഈ MG റോഡിൻ്റെ സ്ഥിതി വളരെ 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 ശോചനീയമാണ്. റോഡ് മാത്രമല്ല, അപ്പുറത്തെ സ്ലാബ് മുഴുവൻ പൊളിഞ്ഞു കിടക്കണേ. ഞാൻ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ വീണിട്ട് അതെന്നാ മരിക്കാൻ പോകണമെന്ന് അറിയില്ല. ഈ ആൾക്കാരുടെ ജീവൻ ഒരു വിലയില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ. ശ്രീ TR ഹരിഹരൻ, ഇതിപ്പോ ഈ അപകടം കഴിഞ്ഞതിന് ശേഷം ആ കുഴി മെറ്റലിട്ട് ഫില്ല് ചെയ്തത് കണ്ടു. ഇപ്പോൾ ആ കുഴിക്ക് മുകളിലൂടെ വാഹനങ്ങൾ പോകുന്ന ദൃശ്യവും കണ്ടു. അപ്പോൾ 1-2 ദിവസം മുൻപ് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ അപകടം ഒഴിവാകുമായിരുന്നു. നേരത്തെയും ഇതേ റോഡിൽ അപകടം ഉണ്ടായി 3 മാസം മുമ്പ് എന്ന് താങ്കൾ പറഞ്ഞു, ഒരു മരണം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ MG റോഡിൽ ഇതേപോലെയുള്ള പോത്ത് ഹോളുകൾ വേറെയും ഉണ്ടാവാം. ഇതിനിപ്പോൾ എത്ര പേര് മരിച്ചാൽ ഇത് ശരിയാക്കുമെന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർത്താവുന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു കുഴി അവിടെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുഴി അടച്ച് നാളെ ഒരു അപകടം അവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത പുലർത്താത്തത്? അതാണ് പറഞ്ഞത്. എന്താ കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ റോഡ് ശരിയാക്കൽ പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ അന്നവിടെ അറിയും. ഇപ്പോഴും MG റോഡിലെ കുഴികൾ ഒന്നും വേണ്ട, പടിഞ്ഞാറേ കോട്ട നമ്മൾ പോയി നോക്കിയാൽ അറിയാം. അവിടെ ഫുൾ കുഴികളാണ്. ആൾക്കാർ വീഴാത്ത ആരോ ഭാഗ്യം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇതുവരെ തൃശ്ശൂരിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ വരുമ്പോൾ പേടിയാണ്. 4 ഭാഗം കുഴികളാണ്. MG റോഡ് മാത്രമല്ല, KSRTCയുടെ ഭാഗത്ത് നോക്കിയാൽ അവിടെ ഫുള്ള് കുഴിയാണ്. അവിടെ എന്തൊക്കെയോ ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ട് ഇനി അവിടെ ഒരു മരണം വരുമ്പോൾ ആ ഭാഗം ശരിയാക്കും. ഇതുവരെ പടിഞ്ഞാറ് കോട്ടിൽ ആരെങ്കിലും വീടും മരിക്കണം, അപ്പോൾ അറിയും. ഇതെന്താ വെച്ചാൽ ആൾക്കാരുടെ പ്രതികരണശേഷി പോയിരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. എന്നുവെച്ചാൽ ഈ MG റോഡ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ആ വഴിക്ക് എല്ലാ പോലീസുകാർ, കളക്ടർ വരെ പോകണതാണ്. എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ മാത്രം അവിടെ കൊണ്ടിട്ട് അറിയുക, ആൾക്കാർ പ്രതിഷേധം വരിക. ഇതിപ്പോൾ എല്ലാവരും നേരത്തെ ഇപ്പോൾ എന്താ ജനങ്ങൾ ഇനി റോഡ് തടഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് ആവശ്യമില്ലല്ലോ. ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ട കാലം കഴിഞ്ഞു. പടിഞ്ഞാറക്കോട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, 4-6 വഴി കൂടുന്ന സ്ഥലമാണ്. അവിടെ എല്ലാ ഭാഗവും കുഴിയാണ്. അത് പോരാണ്ട് പയ്യന്തോളിലേക്ക് ആ റോഡ് മുഴുവൻ പൊളിഞ്ഞ കാരണം ഇവിടുന്ന് വണ്ടികൾ അങ്ങോട്ട് തിരിഞ്ഞാൽ ഫുൾ സ്പീഡാണ്. സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്തൊക്കെ നമുക്ക് പേടിയാണ്. കുട്ടികളുടെ മേത്ത് കൂടെ ആ ചളി മുഴുവൻ തെറിപ്പിച്ച് പോകും. അതിൻ്റെ അടുത്ത് 2 സ്കൂളുണ്ട്. ഈ കുട്ടികളുടെ മേത്തേക്ക് മുഴുവൻ ബസ്സിൻ്റെ ചെളിയും കുട്ടികൾക്ക് അവിടെ ഒരു പോലീസുകാരും വരില്ല. പിന്നെ എന്താ വെച്ചാൽ MG റോഡിൽ പണ്ടൊരു ബാരിക്കേഡിലെ ബസ്സുകാർ കുറച്ച് കൺട്രോളായിരുന്നു. ഇപ്പോൾ ഒരു കൺട്രോളും ഇല്ല. പടിഞ്ഞാറക്കോട്ടെ തിരിഞ്ഞ് ബസ് ഇങ്ങോട്ട് വന്നാൽ ഇരട്ടി സ്പീഡിലാണ് വരുന്നത്. അതും ഈ ബ്ലോക്കുകൾ എല്ലാ റോഡും ബ്ലോക്കാണ്. തൃശ്ശൂർക്ക് ഇപ്പോൾ ഗുരുവായൂർ റോഡിലത്തെ ബസ്സൊക്കെ ആ വഴിക്കാണ് പോകണം. ഇപ്പോൾ നമ്മൾ അമലയിൽ നിന്ന് ഈ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു കാറുകാരനെ വിളിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് അമലയ്ക്ക് ഗുരുവായൂർക്ക് വണ്ടി വരില്ല. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ എയർപോർട്ട് പോകണം, ഒന്നും വേണ്ട, ഒരു എറണാകുളത്തെ ആംബുലൻസിൽ കൊണ്ടുപോകണം. ആളുടെ ശവമായി എറണാകുളത്ത് എത്തുള്ള ഈ സ്ഥിതിക്ക് ഒരാൾക്ക് എയർപോർട്ട് പോകണമെങ്കിൽ 6 മണിക്കൂർ വേണം. ഇപ്പോൾ എന്ന് വെച്ചാൽ 3-4 സ്ഥലമാണ്. ഇപ്പോൾ കാറിൽ പോകണം, വിളിച്ചു പറയും ആമ്പല്ലൂർ കഴിഞ്ഞു, കൊടകര കഴിഞ്ഞു, ഓരോ ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് പറയണത്. ഈ MG റോഡിൻ്റെ സ്ഥിതി വളരെ 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 ശോചനീയമാണ്. റോഡ് മാത്രമല്ല, അപ്പുറത്തെ സ്ലാബ് മുഴുവൻ പൊളിഞ്ഞു കിടക്കണേ. ഞാൻ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ വീണിട്ട് അതെന്നാ മരിക്കാൻ പോകണമെന്ന് അറിയില്ല. ഈ ആൾക്കാരുടെ ജീവൻ ഒരു വിലയില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ. മരിക്കുന്നതിന് മുമ്പ് ആ സ്ലാബെങ്കിലും ശരിയാക്കിയാൽ അത്രയും നല്ലത്. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ ഡിജോ കാപ്പൻ. അതെ അതെ, അത് ഭയങ്കര കഷ്ടമാണ്. അതിന്റെ മുകളിൽ കൂടെ ബസ് കയറി വരികയാണ്. ശരി, ഈ റോഡ് കേടാകുമ്പോ ഇതിന്റെ മുകളിൽ കൂടെ ബസ് കയറി വരിക, അപ്പൊ സ്ലാബ് പൊട്ടും. ശരി, മനസ്സിലായി. ഭയങ്കര കഷ്ടം സ്ലാബ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, March April ആയി കഴിഞ്ഞാൽ എല്ലാ റോഡും എവിടെയൊക്കെ ചെറിയ ചെറിയ റോഡുണ്ടോ അതൊക്കെ പോയിട്ട് അറിയും. എന്നുവെച്ചാൽ അതൊക്കെ പിറ്റേ ദിവസം കേടുവരും. വണ്ടികൾ പോകാത്ത വഴിക്കാനായിട്ട് അറിയണം. ഈ MG റോഡൊക്കെ BNTC ടാർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലമെങ്കിലും നിൽക്കും. പണ്ട് ഈ ഇംഗ്ലീഷുകാർ ചെയ്ത എന്താ പറയുക കോൺക്രീറ്റ് ടാറുണ്ടായിരുന്നു. ആ ടാറിനൊന്നും ഒരു കേടും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പോയി ഇപ്പോൾ കംപ്ലീറ്റ് തൃശ്ശൂർ റൗണ്ടിൽ വരെ ഇനി അടുത്ത പുലിക്കളിക്ക് റോഡ് അറിയും. അപ്പോഴും ഒരു തട്ടിപ്പ് ടാറി പുലിക്കളി 2ാമത്തെ ദിവസം പൊളിയും. ശരി, പ്രോപ്പറായിട്ട് ടാറിങ് നടത്തുന്നില്ല എന്നൊക്കെയാണ് VIP നാട്ടുകാർ പരാതി പറയുന്നത്. ഓക്കെ, ഫൈൻ. ശരി ശരി സത്യം. ശരി ശരി ശരി.